നെഞ്ചു പിളർക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ ചൂരൽമലയിലും അതുപോലെ മുണ്ടക്കയിലും കാണാൻ കഴിയുന്നത്. നമ്മുടെ അവിടെ ക്യാമ്പ് ചെയ്യുന്ന വാർത്താ സംഘത്തിൻ്റെ മേധാവി ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു ചൂരൽമലയിൽ നിന്ന്. ഹാഷ്മി, ഈ പ്രഭാതത്തിൽ എന്തൊക്കെയായിരിക്കും തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചൂരൽമലയിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ മറ്റെന്ത് വർത്തമാനമാണ് താങ്കൾക്കുള്ളത് ഈ പ്രഭാതത്തിൽ? ഇപ്പോൾ തെരച്ചിലിന്റെ 7ാം നാളാണ്. നമുക്ക് സങ്കടകരമായ ദൃശ്യങ്ങളുടെ തുടർച്ച തന്നെയാണ്. ഉരുൾപൊട്ടലുണ്ടായി ഒരാഴ്ചയാവുന്നു എന്നൊരു പ്രത്യേകത ഇന്നുണ്ട്. അസാധ്യമായ വേദനകളുടെ ഒരാഴ്ച തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ തിരച്ചിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ പോയ ദിവസങ്ങൾ കണ്ടതുപോലെയുള്ള വളരെ വ്യാപകമായ ഒരു തെരച്ചിലിൻ്റെ തീവ്രത ഇന്ന് ആ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലകളിൽ അത്രത്തോളം തീവ്രതയിൽ തെരച്ചിലുണ്ടാകുമോ എന്ന കാര്യം സംശയമുണ്ട്. അതിന് കാരണം ഈ പോയ ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലൊന്നും കാര്യമായ റിക്കവറി ഒന്നും ഇന്നലെ ഒന്നും അവിടുന്ന് റിക്കവറിയേ ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ കാര്യമായ രീതിയിൽ വലിയ തെരച്ചിൽ ഒരുപാട് യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തെരച്ചിലൊക്കെ നടക്കുമ്പോൾ പോലും കാര്യമായ വലിയ റിക്കവറി ആ മേഖലയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ആ മേഖലയിൽ കൂടുതൽ ഇനി റിക്കവറിക്ക് പോസിബിലിറ്റി ഉണ്ടോ? അതായത് ഇവിടെ രക്ഷാദൗത്യ സംഘം അങ്ങോട്ടേക്കൊക്കെ പോവുകയാണ്. രാവിലെ എല്ലാവരും എത്തിയിട്ടുണ്ട്. 1500 പേർക്കാണ് ഇന്നിപ്പോൾ ഈ ദുരന്ത മേഖലയിലേക്ക് പ്രവേശനമുള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നിയന്ത്രണം അക്കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നത് ഈ മേഖലയിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലകളിൽ തീവ്രതയോടുള്ള സെർച്ച് കുറച്ച് ചൂരൽമല മേഖല, അതേസമയം തന്നെ ഈ വെള്ളാർമല സ്കൂളിന് പരിസരം, അതേസമയം ചാലിയാർ പുഴയോരം എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ പരിശോധന ശക്തമാക്കാനാണ് ഇന്നത്തെ ഒരു റെസ്ക്യൂ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇന്നും ഐബോർഡ് പരിശോധന ഇവിടെ ഈ ചൂരൽമല മേഖലയിൽ നടക്കുന്നുണ്ട്. ഐബോർഡ് പരിശോധന ഇന്നലെ 2 സിഗ്നൽ ഈ ചൂരൽമല മേഖലയിൽ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് കേന്ദ്രീകരിച്ച ഒരു പരിശോധനയാണ് ഇന്നത്തെ പ്രധാനം. ഈ ചൂരൽമലയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ പ്രധാന പരിശോധന ഐബോർഡ് സിഗ്നൽ കിട്ടിയ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന തന്നെയാണ്. അപ്പോഴും ഈ ഐബോർഡ് സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിൽ എത്രത്തോളം പ്രതീക്ഷ വെക്കാമെന്ന് ചോദിച്ചാൽ ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നൽകുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഈ റഡാർ ഭൂമിക്കടിയിലുള്ള ഫോറിൻ വസ്തുക്കളെ അത് തിരിച്ചറിയുമെന്നുള്ളതാണ്. അതിപ്പോൾ അത് മനുഷ്യനാകാം, അല്ലെങ്കിൽ ഒരു ജീവനോ അല്ലാതെയുള്ള മൃതശരീരമാകാം, അത് പ്ലാസ്റ്റിക് ആകാം, അത് മെറ്റാലിക് കഷ്ണമാകാം, ഇരുമ്പിൻ കഷ്ണങ്ങളാകാം. അങ്ങനെ എന്ത് വലിയ ഒരു ഒബ്ജക്റ്റ് താഴെ കിടന്നാലും ബറീഡായി കിടന്നാലും അത് സിഗ്നൽ നൽകുമെന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഈ ഭൂമിക്കടിയിൽ അത്രത്തോളം എല്ലാ ബക്കറ്റുകളും എല്ലാ പ്ലാസ്റ്റിക്കുകളും ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക്കായി ഇവിടെ മനുഷ്യ ശരീരമുണ്ട് എന്നതിൻ്റെ സൂചനയല്ല, ഇൻഡിക്കേഷൻ അല്ല ഐബോർഡ് നൽകുന്ന സിഗ്നൽ. അതുകൊണ്ട് എത്രത്തോളം അത് കാര്യക്ഷമമായി പുരോഗമിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്, തർക്കമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന 7ാം ദിനമാണ്. നമ്മൾ പറയുന്നത് മനുഷ്യ ശരീരങ്ങളെ കുറിച്ചാണ്. ഇനി അങ്ങോട്ടുള്ള തെരച്ചിൽ അതിസങ്കീർണമാണ്. ഇന്നലെയൊക്കെ ചാലിയാറിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങൾ അങ്ങേയറ്റം മോശം അവസ്ഥയിലുള്ളതാണ് എന്ന് പറയേണ്ടി വരും. സങ്കടകരമാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഈ തെരച്ചിൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിനെ കുറിച്ചുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു, വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഏറ്റവും ഒടുവിലുള്ള ഒരാളുടെയെങ്കിലും റിക്കവറി പോസിബിൾ ആകും വരെ ഈ ദൗത്യം തുടരാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇന്നലെ പി രാജീവ് അടക്കം പറയുന്നത് അത് സേന ആലോചിക്കുമെന്നുള്ളതാണ്. സേന ഇപ്പോഴും തീവ്രമായി തന്നെ പരിശോധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ചാലിയാർ പുഴയോരം കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഇന്നലെയും കുറേ അധികം മൃതദേഹ ഭാഗങ്ങൾ 2 മൃതദേഹങ്ങളൊക്കെ ചാലിയാർ പുഴയോരത്ത് നിന്ന് കിട്ടി. അവിടെ ഈ 40 കിലോമീറ്റർ ചുറ്റളവിൽ ഊർക്കടവ് റെയിൽവേ ബ്രിഡ്ജിന് അങ്ങോട്ടൊക്കെ ഭാഗങ്ങളിലൊക്കെ ഇന്നും വളരെ ശക്തമായ പ്രദേശവാസികളും NDRF സംഘവും ഇറങ്ങിയുള്ള തെരച്ചിൽ ഇന്നും പുരോഗമിക്കാൻ പോകുന്നു. ഇന്ന് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ കണക്കുകളെ കുറിച്ചൊരു അന്തിമ സൂചന ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും 180 എന്നുള്ള സർക്കാർ കണക്ക് ഏറ്റവും ഒടുവിൽ പറയുമ്പോൾ പോലും അതിനൊക്കെ 10 മടങ്ങാണ് എന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നും നാളെയും ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള നമ്മുടെ തകർന്നടിഞ്ഞു പോയ ഈ മേഖലയുടെ പുനരുജ്ജീവനത്തിന് അതിൻ്റെ അടിത്തറയാകണം ആ കണക്കുകൾ. അതിലൊക്കെ ഉപരി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിസങ്കീർണമായ തെരച്ചിലുകളിൽ ഏറ്റവും നിർണായകമായ ഏത് മേഖല കേന്ദ്രീകരിച്ച് തിരയണം എന്നതിന് മിസ്സിംഗ് കണക്കുകൾ അതിനിർണായകമാണ്. ഇവിടെ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്ന സാങ്കേതിക പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഭൂമിയുടെ അളവും മണ്ണടിഞ്ഞു കയറിയ ശേഷം ഭൂമിയുടെ അളവുമുള്ള കോണ്ടൂർ ലൈൻ ഉള്ള പരിശോധനയിൽ കൂടുതൽ മണ്ണ് ചിലയിടങ്ങളിൽ 40 അടിയോളം മണ്ണടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ നേരത്തെ പോലെ കൊടും പെരുമഴയുടെ സാഹചര്യമല്ല, വെയിൽ വരുന്നുണ്ട്. വെയിൽ വരുമ്പോൾ ഈ മണ്ണുറയ്ക്കുന്ന പശ്ചാത്തലമുണ്ട്. മണ്ണുറച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ റിക്കവറി പോസിബിൾ അല്ലാത്ത സാഹചര്യമൊക്കെ ഈ മുണ്ടക്കൈ മേഖല അടക്കമുണ്ട്. അപ്പോൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സങ്കീർണമായ ഒരു റെസ്ക്യൂ ഫേസിൽ കൂടിയാണ്, അല്ലെങ്കിൽ സങ്കീർണമായ ഒരു റിക്കവറി ഫേസിൽ കൂടിയാണ്. എന്തായാലും ഇന്നും വളരെ സജീവമായി തന്നെ തെരച്ചിൽ നടക്കുകയാണ്. ഇന്നും നമ്മളിപ്പോഴും ഹോപ്പിംഗ് അഗൻസ്റ്റ് ഹോപ്പ് എന്ന് പറയും പോലെ ഒരു ജീവനുള്ള എന്തെങ്കിലും ഒരു പ്രാണൻ എവിടെയെങ്കിലും ഒക്കെ കിട്ടും എന്നൊരു വാർത്തയ്ക്കും നമ്മൾ
ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ വെറുതെയാണ് ഓക്കെ. അറിയുമ്പോൾ പോലും പ്രതീക്ഷിക്കുന്നു. വയനാട് ഓക്കെ, ഉറപ്പായും ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ചൂരൽമലയിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്